അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നാം പറഞ്ഞു, ഒരു കുടുംബത്തിനാവശ്യമായ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമുള്ളത് ആ കുടുംബത്തിലെ പുരുഷനാണ്, ആ കുടുംബത്തിലെ നാഥനാണ്. സ്ത്രീകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തമില്ല എന്ന് നാം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധമായ ഇസ്ലാം ഒരു പുരുഷന് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം നൽകുകയാണോ? ഇതിന് പ്രത്യേകമായ മറ്റെന്തെങ്കിലും പ്രതിഫലങ്ങൾ വിശുദ്ധമായ ഇസ്ലാം നൽകുന്നുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുകയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയും എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ കുടുംബത്തിനാവശ്യമായ സമ്പത്ത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം അവനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ, അങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ പ്രത്യേകമായ മറ്റെന്തെങ്കിലും ഓഫറുകൾ ഇസ്ലാം നൽകുന്നുണ്ടോ? കുടുംബത്തിന് വേണ്ടി ഒരു പുരുഷൻ അധ്വാനിച്ച് ചെലവഴിക്കുന്ന സമയത്ത്, അധ്വാനിച്ചുണ്ടാക്കി സമ്പത്ത് ചെലവഴിക്കുന്ന സമയത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതെങ്കിൽ അത് സ്വതക്ക ചെയ്ത പ്രതിഫലം അവന് കിട്ടുമെന്നാണ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് വിശുദ്ധമായ ഇസ്ലാം പുരുഷനോട് പറയുന്നത്, പുരുഷനാണ് ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളും കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമുള്ളത്. ഭക്ഷണമാണെങ്കിലും പാർപ്പിടമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ചികിത്സയാണെങ്കിലും എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം ഒരു പുരുഷനാണുള്ളത്. ഇവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ആ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ വധു ഏത് തരത്തിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ ജീവിച്ചിരുന്നു, അതേ തരത്തിലുള്ള, അതേ ദർജയിലുള്ള, അതേ സ്റ്റേജിലുള്ള സാമ്പത്തികമായ സംവിധാനങ്ങളാണ്, വീട്ടിലുള്ള സംവിധാനങ്ങളാണ് ആണെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ്. വളരെ നല്ല സംവിധാനമുള്ള വീട്ടിൽ ജീവിച്ചിരുന്ന കുട്ടിയാണെങ്കിൽ അതുപോലെയുള്ള സംവിധാനമാണ്. വേലക്കാരി ഉണ്ടായിരുന്നെങ്കിൽ വേലക്കാരിയെ പോലും വെച്ചു കൊടുക്കണമെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. ഇങ്ങനെയൊക്കെ വെച്ചു കൊടുക്കുന്ന സമയത്ത്, ചെലവഴിക്കണമെന്ന് പറയുന്ന സമയത്ത്, ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇസ്ലാം ഓഫർ നൽകുന്നത്? ഈ ഓരോ കാര്യങ്ങൾ ചെലവഴിക്കുന്ന സമയത്തും, ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത്, മക്കൾക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ വീട്ടിനാവശ്യം മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവരത് സ്വതക്കയുടെ പ്രതിഫലമാണെന്നാണ് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുകയും മറുഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട, ഇസ്ലാമിലെ ഏറെ പ്രാധാന്യമുള്ള സ്വതക്ക എന്ന് പറയുന്ന, ധർമ്മം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൻ്റെ പ്രതിഫലം കൂടെയാണ് വിശുദ്ധമായ ഇസ്ലാം പുരുഷന് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമ്മൾ കാണും. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് സ്പീച്ച് ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.